അങ്ങനെ ഉണ്ടല്ലോ നമ്മളെന്തായാലും നമ്മളൊന്ന് കുളിക്കാൻ നിൽക്കുക കേട്ടോ. നല്ല ചൂട്. അപ്പോൾ എന്തായാലും മഴയൊക്കെ വീഴാറായിട്ടുണ്ട് കേട്ടോ. ജൂണായി. അപ്പോൾ എന്തായാലും ഇനി മഴയൊക്കെ മഴയ്ക്കാറായിട്ടുണ്ട് കേട്ടോ. എന്നാ ഒടുക്കത്തെ ചൂടാന്ന് നോക്കിയാൽ. അപ്പോൾ എന്തായാലും നമുക്കിന്നൊരു വണ്ടി വാങ്ങിച്ചാലോ ഗൈസ്. വാങ്ങിക്കാം. അപ്പോൾ എന്തായാലും നമുക്കൊരു വണ്ടി വാങ്ങിച്ചാൽ വെക്കും. അപ്പോൾ എന്തായാലും ഫിലിപ്സിനെ കൂട്ടാം. ഫിലിപ്സ് എവിടെയാണെന്ന് ആർക്കറിയാം. എടാ ഫിലിപ്സേ, നീ ഇതെവിടെയാ? നീ എവിടെയാടാ ഇറക്കാം? നീ ഒന്ന് വരണുണ്ടോ പുറത്തേക്ക്? ഞാൻ വരുന്നുണ്ട്. വാ. നീ വാടാ ഇറക്കാം. വരുവാ. ഈ ചെറുക്കനാണെങ്കിൽ നീ വരൂല്ല. അവനവിടെ കിടന്ന് ഒടുക്കാത്ത പട്ടിച്ചോയ ഇറക്കുമെന്ന് തോന്നുന്നു. ഇന്നെങ്കിലും അവൻ ചാട ഇറക്കല്ലേ, അല്ലെങ്കിൽ ആൾക്കാർ മുഴുവൻ എൻ്റെ ജീവിതത്തേക്ക് ചീത്ത പറയും. എൻ്റെ പൊന്നല്ലേ, പ്ലീസ് ഇന്നെങ്കിലും ഒന്ന് ഷോ ഇറക്കല്ലേ പ്ലീസ്. നാട്ടുകാർ മുഴുവൻ എന്നെയാ ചീത്ത പറയണം. ഇന്ന് പറയില്ല. ഈ ചെറുക്കനെ എപ്പോൾ നോക്കിയാലും തോക്കൂട്ടോ. എന്തായാലും ടോണി ഇവിടെ നോക്കണം കേട്ടോ. നോക്കാം. അപ്പം എന്തായാലും ജാക്കേ, നീ ഒന്ന് പെട്ടെന്ന് പോകണ്ടോ? നമുക്ക് എന്തായാലും ആണെങ്കിൽ വേറെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നീ ഓടിക്കണുണ്ടോ? ഞാനൊന്നും ഓടിക്കണില്ല. എനിക്ക് ലൈസൻസ് ഒന്നും കിട്ടിയില്ലല്ലോ ഇതുവരെ. എനിക്ക് ലൈസൻസ് കിട്ടില്ല. ഞാനല്ലേ നേരത്തെ വളർന്നേ. നീയൊക്കെ ചെറു അനിയനല്ലേ ഗൈസ്. അപ്പം എൻ്റെ അന്നേരം തന്നെ മഴ ഇട്ടു. ഞാൻ റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട് എന്തായാലും. അപ്പം എന്തായാലും ആണെങ്കിൽ എന്നാന്ന് വെച്ചാണ്ടല്ലോ, എൻ്റെ ഫിലിപ്സിൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഒരേപോലെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ അമ്മേന്ന് വെച്ചാൽ വില്ലേജിലാട്ടോ. അവിടെ ഒരു വീട്ടിലാണ്. അപ്പോൾ എന്തായാലും എവിടെയാണെന്ന് വെച്ചാൽ മറ്റേ GTA 5 GTA 5ൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊരു കാർ മേടിക്കാം. അപ്പോൾ എന്തായാലും GTA 5ൻ്റെ ആണെങ്കിൽ ഫസ്റ്റ് എത്തണം ഫ്രാങ്കലിൻ്റെ വീടല്ലേ. താഴേക്ക് കുറച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് എത്തുമായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ സിറ്റി വന്ന കേട്ടോ. എന്തായാലും ഇത് ബാംഗ്ലൂർ ആട്ടോ എന്തായാലും വന്നേ. അപ്പോൾ എന്തായാലും ഇവിടെ എല്ലാവരും തമിഴൊക്കെയാണ് പറയണേ. അപ്പോൾ എന്തായാലും ഞാനും ഫിലിപ്സൊക്കെ മലയാളമല്ലേ. അപ്പോൾ എന്തായാലും കുറച്ച് മലയാള കൂട്ടുകാരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവന്മാരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നാളി ഇവിടെ ഒന്ന് വന്ന് നിൽക്കല്ലേ, നീ പുറത്ത് പോയി നിൽക്കാൻ നോക്കും. പിന്നെ എനിക്ക് വണ്ടി ആണ്ടേ. എൻ്റെ അമ്മ ലെമ്പോർഗാണ്. എനിക്ക് ലെമ്പോർഗിനെ മേടിക്കേണ്ട ആവശ്യമുണ്ട്. എൻ്റെ അമ്മ നീ മിണ്ടാണ്ടിരുന്നോട്ടാ. നിൻ്റെ നാവ് നീ അടച്ചു വെക്കണം. നല്ല കുറേ നേരെ നാട്ടിലിരുന്ന് വേണം ഇവന് വട്ടാണെന്ന്. അല്ലേ പിന്നെ നനഞ്ഞ് ഇനി എന്തായാലും കുളിച്ചില്ലേ, എന്തായാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും വണ്ടി എടുക്കാം. നീ ഒന്നും വരണുണ്ട് ഫിലിച്ചായി. കുറേ നേരെ കിടന്നു അവിടെ കിടന്ന് വാട കാണിക്കാൻ തുടങ്ങിയിട്ട്. ഇതാരാണ് പുതിയ ആള്? ഇതെൻ്റെ അനിയനെ സാറേ. താൻ പോടോ. പറയില്ലടാ. സോറി ഞാൻ മാപ്പറാണ്. എടാ നിന്റെ കഞ്ഞാടെ പട്ടി കുറേ നേരം കിടന്നാണെങ്കിൽ ഇവിടെ കാണണം. പിന്നെ അയാളോട് പറയില്ലേ ആ പാവം എന്നാ ചെയ്തിട്ടോ. നീ കുറേ നേരെ നീ പണ്ട് തൊട്ട് തുടങ്ങണട്ടെ എന്നോട് ഇത്ര ഉണ്ണാക്കാം. പിന്നെ ഉണ്ണാക്ക തുടങ്ങാൻ വേണ്ടി വന്നേക്കണല്ലേ നീ. ഫീച്ച എൻ്റെ തലയടി കൂട്ടി കൂട്ടോ. കുറേ നേരെ കിടന്ന. പിന്നെ എന്നാ നീ ഇറങ്ങ. എടാ ഞാനൊന്നും ചെയ്തില്ലല്ലോടാ. നീ ബസ് കയറിപ്പോയിക്കോ. ഇറങ്ങിപ്പോടാ പട്ടി. അല്ല പിന്നെ പോക്കോ പോ ഇറങ്ങിപ്പോ. ഞാൻ പോവാം. പിന്നെ പോരാ പേടിപ്പിച്ചോണ്ട് വരും. നീ വേണമെങ്കിൽ എല്ലാം ഇറങ്ങിപ്പോകാൻ നോക്കാം. വണ്ടി എവിടെ പോയി നീ എവിടെയെങ്കിലും പോടാ. ഞാൻ ബസ് കയറി പോയിക്കോളാം. അല്ല അപ്പം എന്തായാലും ചേട്ടന് അടിയാട്ടെ എന്തായാലും. അപ്പം എന്തായാലും നമുക്കൊരു പുതിയ കാർ വാങ്ങിക്കട്ടോ എന്തായാലും. അപ്പം എന്തായാലും അവനാണെങ്കിൽ കുഞ്ഞിലോട്ട് ചോദിച്ചിട്ടുണ്ടോ. എനിക്കൊരു സൈക്കിൾ മേടിച്ചായിരുന്നു. എന്നിട്ട് അവന് വേണമെന്ന് പറയണം. എന്നെ അടിയാണെന്നറിയാമോ? എന്നിട്ട് കിടന്ന് കരയണം. കരയണ കാര്യമായിട്ട് ഞാനൊന്നും കരയില്ല കേട്ടോ. എന്നെ എന്തെങ്കിലും ജീവിതം തിരിച്ച് അമ്മമാരുടെ മുഖത്തേക്ക് ഇറന്ന് പറയും. അല്ല പിന്നെ കുറേ നേരം പണ്ടാണെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ടൊക്കെ അവൻ്റെ ഉണ്ടായിരുന്നു. 11ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം. അപ്പം എന്തായാലും ഇപ്പം അവനില്ല കേട്ടോ. എന്തായാലും അവളാണെങ്കിലോ നോന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ അവനെ കൂളാക്കിയത്. അങ്ങനെ തന്നെ വേണം കേട്ടോ. അങ്ങനെ തന്നെ വേണം ഗൈസ്. ഇതൊന്നും അമ്മയുടെ അടുത്ത് പറയില്ല കേട്ടോ ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ പ്ലീസ് ഗൈസ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ്. നിങ്ങളൊരാൾ പോലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങളാട്ടെ ഏത് കളർ കൊടുക്കണ്ടേ? ബ്ലാക്ക്. എനിക്കേറ്റവും ഇഷ്ടം ബ്ലാക്ക് ആട്ടോ. അപ്പോൾ എന്തായാലും നീല കൊടുക്കാം. ഇത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ടയറ്. അപ്പോൾ എന്തായാലും ഇത് കൊടുക്കാം. ഇനി കളറ് റെഡ് കൊടുക്കാം. ഇനി ന്യൂട്രൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ എന്തായാലും മതി മോനെ, നമ്മൾ സെറ്റപ്പായി. പോട്ടെ എന്തായാലും. ഫീൽസ് എവിടെയെങ്കിലും പോട്ടെ. അല്ലേ പിന്നെ വീട്ടിൽ പോയി. ഇപ്പം ബസ് ഓടിച്ച് പോകാൻ വേണ്ടി പൈസയൊക്കെ അവൻ്റെ കയ്യിലുണ്ട്.
ഞാൻ അന്ന് പറഞ്ഞായിരുന്നു മുട്ടായി വാങ്ങിച്ചുകൊണ്ട് വരാൻ ഒരു പൈസ തരാമെന്ന്. എന്നിട്ട് അവൻ്റെ എന്തോരം പൈസ ആയിരുന്നു, 5000 രൂപയൊക്കെ ഉണ്ടായിരുന്നു. അമ്മ വന്നായിരുന്നു അന്ന് അവൻ പൈസ എടുത്തപ്പോൾ. എന്നിട്ട് അമ്മ എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കി. അല്ല പിന്നെ എന്നെക്കൊണ്ട് വഴക്ക് കേൾപ്പിച്ചവൻ. അല്ല പിന്നെ ഇപ്പം എൻ്റെ കയ്യിൽ കുറേ പൈസ ഇരിപ്പുണ്ട്. അവൻ എന്നോട് ചോദിക്കും ഇപ്പം പൈസ തരാമെന്ന്. എൻ്റെ പട്ടി തരാം. അല്ല പിന്നെ കുറേ നേരെ കാരണം അവൻ എന്നോടായിരുന്നു ഇത്രയും കാരണം വഴക്ക്. ഞാനൊന്നും ചെയ്തില്ല അവനെ. എന്നിട്ട് ചുമ്മാ എന്നോടായിരുന്നു വഴക്കല്ലേ. അതുകൊണ്ടാണ് ഞാനൊരു പന്ത് മേടിച്ചായിരുന്നു എൻ്റെ പൈസയ്ക്ക് കുഞ്ഞിലെ. അപ്പോൾ എന്താണെങ്കിൽ എനിക്ക് മറ്റേ ഒരു ചിലവനായിരുന്നു. ഞാൻ മറ്റേ കാറ്ററിങ്ങിന് പോയതായിരുന്നു. എന്നിട്ടാണെങ്കിൽ ആ പൈസയ്ക്ക് അവന് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ഫുട്ബോൾ മേടിച്ചു ഞാൻ. അപ്പോൾ എന്തായാലും ഫുട്ബോൾ മേടിച്ചിട്ടുണ്ടെങ്കിലും വെച്ചാൽ അവനത് വേണമെന്ന് പറയണം. എന്നിട്ട് എന്നെ അടിയായിരുന്നു അറിയാമോ. എന്നിട്ട് അതിൻ്റെ കുത്തി തുളച്ചവൻ. അതെന്നാ പരിപാടി ഐസ്. എന്നോട് ഇത്രയും കാരണം വഴക്ക്. അവനോട് കൂട്ടുപറഞ്ഞു നിങ്ങൾ പറയട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യണില്ല, സബ്സ്ക്രൈബ് ചെയ്യണില്ല, ഒന്നും ചെയ്യില്ല, ലൈക്ക് പോലും ചെയ്യില്ല കേട്ടോ. വന്നോ എന്താ നീ പറഞ്ഞ വേണേ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? നീ എന്നെ കുറേ നേരം എന്നോട് വേണം. എടാ ജാക്കി ഞാൻ ഇന്നോട് ഒന്നും ചെയ്യില്ലടാ, പറയണോണ്ടല്ലേ. എടാ ഒന്നും ചെയ്യില്ലടാ, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. നീ ഒന്നും ചെയ്യില്ല, നീ വെറും പാവല്ലേ. നീ എന്നെ പണ്ട് തൊട്ട് എല്ലാം അടിയായിരുന്നു എന്നോട്. ഇനി എന്നോട് വഴക്കുണ്ടെങ്കിൽ അയ്യോ എടാ എൻ്റെ കാലുടിങ്ങനെ വേന എടുക്കുന്ന. എനിക്ക് അമ്മേനെ വിളിച്ചു പറഞ്ഞു കേട്ടോ. നീ അമ്മയോടോ പട്ടിയോടോ ആരെങ്കിലും വിളിച്ചു പറയണോ. അല്ല പിന്നെ എന്നോട് കിടന്ന് വണക്കാൻ വേണ്ടി വന്നേക്കും എൻ്റെ ചക്ക അടിച്ച് കുടിക്കുക തുടങ്ങി. അല്ല പിന്നെ അല്ലോ എൻ്റെ മോണം ഉണ്ടാക്കി വെച്ചാണ് നിനക്കെല്ലാം കൂടെ ഉണ്ടാക്കി തരാൻ വേണ്ടി. എനിക്ക് ഇത്ര നാളെ നീ ചിക്കൻ കറിക്ക് ഉണ്ടാക്കി തന്നല്ലേ. എന്നിട്ട് എന്നോട് എന്തെങ്കിലും പറഞ്ഞോ ഭക്ഷണം നന്നായിട്ടുണ്ടോ. അല്ല പിന്നെ എവിടെ നിന്നോട് പറഞ്ഞ അയ്യോ എൻ്റെ മുഖം എവിടെ കുരു വരൂടെ. എൻ്റെ മുഖം വെച്ച് പൊട്ടിക്കല്ലേ. അയ്യോ അയ്യോ അങ്ങനെ തന്നെ കാര്യം. അല്ല പിന്നെ കുറേ നേരം എൻ്റെ നെളുപ്പ്. എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യില്ല. ഇനി അവൻ എൻ്റെ വണ്ടി പോലും ഞാൻ കേട്ടില്ല. അവൻ വല്ല സൈക്കിൾ ഓട്ടോ എന്തെങ്കിലും ഓടിക്കട്ടെ ലൈസൻസ് കിട്ടാൻ. അപ്പോൾ ചേട്ടൻ അടിയായിട്ട് ഇനി അടിയുണ്ടായി. ഇനി എന്തായാലും ആണല്ലോ ഇനി എന്തായാലും അവനോട് ഇനി മിണ്ടൂല്ലോ കേട്ടോ. ലാസ്റ്റ് എന്തായാലും കൂട്ടി വെക്കണോ അത്തേക്കും. അയ്യോ അയ്യോ എൻ്റെ കാലൊടിഞ്ഞേ. അയ്യോ 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 ഇനി ഒന്നും ചെയ്യല്ലേ. സോറിയുടെ അറിയാതെ പറ്റിയതുകൊണ്ടാ. അറിയാതെ എന്നാൽ ഞാൻ ഇനി ഇരിക്കട്ടെ അമ്മേ. അപ്പം എന്തായാലും നീ പോയിക്കോ. നീ എന്തായാലും വന്നില്ലേ, നീ എന്തായാലും ഒന്ന് വാ. ഞാൻ റെംബോർഗൺ എടുത്തു, മോഡിഫൈ ചെയ്തോ. ഏതാ അതൊക്കെ എടുത്തല്ലേ. എന്നാ ഫോട്ടോ ആട്ടോ. നന്നായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും നിനക്ക് ക്ഷീണമല്ലേ, നീ പോയി ഇറങ്ങിക്കോ. സോറിടാ ഞാൻ എനിക്ക് പൈസ തരാം. നീ വാ നിനക്ക് പൈസ തന്നാൽ പോരെ. നീ വാ എന്നാ പൈസ വാ. ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. ജിപേ ചെയ്താൽ പോരെ. ചെയ്തു പോരെ. ഇപ്പോൾ പോരെ. മതി. അപ്പം എന്തായാലും പോരെ ഇതൊക്കെ. മതി. അപ്പം എന്തായാലും എൻ്റെ പുറകെ വാ, വണ്ടി കാണിച്ചു തരാം. അപ്പം എന്തായാലും നോക്കണ വാ. അവനോടെ പോയി. ഇതാണോ നിൻ്റെ വണ്ടി ഞാൻ കയറ്റാം നോക്ക്. അപ്പോൾ ഗായ്സ് വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നറിയാം. അപ്പം എന്തായാലും നിങ്ങൾ കാണട്ടെ. എന്തായാലും നീ എന്നാ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ വരുക. അപ്പോൾ ഗായ്സ് വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലാണെങ്കിൽ കൊള്ളാട്ടോ, നീ ഇറങ്ങി വാടാ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറയാം എല്ലാം. അപ്പോൾ എന്തായാലും ക്യാമറ ഓണാക്കാം. അപ്പോൾ എന്തായാലും ഗായ്സ് വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുമെന്നറിയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഫിലിപ്സേ ബൈ പറയടാ. ബൈ.